നമസ്കാരം. അങ്ങനെ കൂലി പടം കണ്ടത് പുറത്തേക്ക് വന്നിരിക്കുകയാണ് മക്കളെ. പടം ഒരു പടം തന്നെ കണ്ടാ. പടം തന്നെ വേറെ റേഞ്ച് സാധനം. രജനീകാന്തിനെ നമ്മൾ ഇങ്ങനെ അധികം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പേട്ടയിലാണ് പിന്നെ നമ്മളിങ്ങനെ കണ്ടേക്കണം. പക്ഷേ ഈ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേട്ട പോലെ ഒന്നും കേട്ടോ, വേറെ റേഞ്ച് സാധനമാണ്. ലൊക്കേഷന്റെ എല്ലാവിധ സംഭവങ്ങളും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പടത്തിനകത്ത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പഴയ കൂലി എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. അതിന്റെ ചെറിയ റെഫറൻസും കാര്യങ്ങളൊക്കെ ഈ പടത്തിനകത്തുണ്ട്. പക്ഷേ സ്റ്റോറി ആയിട്ട് ബന്ധമൊന്നുമില്ല. ഇതൊരു ഫ്രഷ് സ്റ്റോറി തന്നെയാണ്. പടത്തിന്റെ ഇൻട്രസ്റ്റിംഗ് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൾട്ടി കാസ്റ്റ് ആണ്. മൾട്ടി കാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഹാഫ് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ സൗബിൻ നാച്ചുറലി അതിന്റെ നെഗറ്റീവ് ഷെയ്ഡ് വന്നേക്കണ ഒരു ക്യാരക്ടറാണ് സൗബിൻ ചെയ്തേക്കണത്. അതിനുശേഷം നാഗാർജുനയുടെ ഇൻട്രോ ഉണ്ട്. നാഗാർജുന വേറെ റേഞ്ച് ഉണ്ടാവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഒരു സ്റ്റണ്ട് സീനൊക്കെ ഉണ്ട്. അത് കണ്ടിരിക്കേണ്ട സംഭവമാണ്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ആ ഗൂസ് ബംസ് സാധനങ്ങളൊക്കെ ഈ പടം ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴേക്കും വരും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ ഇൻട്രോ. നമ്മുടെ അമീർ ഖാൻ ആയാലും അതേപോലെ ഉപേന്ദ്ര, അങ്ങനെ കുറേ സംഭവം ആൾക്കാരൊക്കെ ഈ ഒരു പടത്തിനകത്ത് സെക്കൻഡ് ഹാഫിലേക്കാണ് കയറി വരുന്നത്. പിന്നെ നമ്മുടെ മോണിക്ക എന്ന് പറഞ്ഞ പാട്ട് അത് വളരെ നൈസായിട്ട് തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ യൂട്യൂബിൽ കണ്ട പോലെ അല്ല. പക്ഷെ ഇതിനകത്ത് കുറച്ച് സീൻസൊക്കെ എടുത്ത് പടത്തിന്റെ ആസ്പദമായിട്ടുള്ള കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ആ സോങ്ങിന്റെ ഇടയിൽ കയറ്റി വരാണ്. ചെറിയൊരു അരോചകമുണ്ട്. പക്ഷെ പടം കൊള്ളാം, ആ പാട്ട് കൊള്ളാം. പാട്ട് നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത് അനിരുദ്ധിന്റെ ആ ഒരു മ്യൂസിക് ഈ പടത്തിലെ ശരിക്കും വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ മ്യൂസിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സീൻസും രജനീകാന്തിന്റെ സീൻസ് ആയാലും നാഗാർജുന ആയാലും അമീർ ഖാൻ ആയാലും എവിടെയൊക്കെയാണ് വേണ്ട സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഈ സാധനങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പടം വേറെ റേഞ്ചിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്റർവെൽ പഞ്ച് നൈസാണ്. ഇപ്പോൾ സൗബിനെ കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് പടം പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം സൗബിൻ ഒരു മെയിൻ വില്ലൻ അല്ല. പക്ഷെ മെയിൻ വില്ലന്റെ ഇടയിലുള്ള കുറെ ആൾക്കാരൊക്കെ എന്താണ് മെയിൻ വില്ലൻ കഴിഞ്ഞിട്ട് മുകളിലേക്ക് ആൾക്കാരുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം മനസ്സിലാവും. അത് സത്യമാണ്. എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇന്റർവെല്ലിൽ എത്തുമ്പോഴേക്കും ഇതിന്റെ മുകളിലേക്ക് ആൾക്കാരുണ്ട്, ഇനി വരാനുണ്ട് എന്നുള്ള സംഭവത്തിലേക്ക് നമുക്ക് എത്തും. അതിന് ശേഷമാണ് ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഇൻട്രോ വരുന്നത്. രജനീകാന്ത് നൈസാണ്. നമുക്ക് എന്താ പറയാ സ്റ്റൈൽ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള ആ പുള്ളിയുടെ കറക്കലും കാര്യ സംഭവങ്ങളൊന്നും ഇതിനകത്ത് കയറി വന്നിട്ടില്ല. പിന്നെ ശ്രുതി ഹസന്റെ ക്യാരക്ടർ വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ ഇവർ കണ്ടുപിടിക്കുന്നതാണ്. സത്യരാജാണ് കണ്ടുപിടിക്കുന്നത്. സത്യരാജ് കണ്ടുപിടിച്ചതിന് ശേഷം ആ മെഷീനിന് വേണ്ടി വില്ലന്മാർ പുറകെ നടക്കണം. അതാണ് ഇതിന്റെ ബേസ് സ്റ്റോറി. അവിടെ നിന്നാണ് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ആവണം. അപ്പോൾ പടം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാനുള്ള പാട്ടുകൾ. മോണിക്ക പാട്ട് കൊള്ളാം. ബാക്കി പാട്ടുകൾ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയിരുന്നില്ല. 1-2 പാട്ട് ഫസ്റ്റ് ഹാഫിലും പിന്നെ ഒരു സോങ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ മോണിക്ക പാട്ട് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ പടത്തിന്റെ മേജർ ഹൈലൈറ്റ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫൈറ്റ്സിന്റെ ചെയ്തേക്കണം. എനിക്ക് അൻപറിവ ചെയ്തേക്കണം. വളരെ നൈസായിട്ട് ചോദിച്ചിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റ്സ് ഒക്കെ ഒരു വെറൈറ്റി സാധനം. രജനീകാന്തിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഈ ഒരു പടത്തിനകത്ത് എടുത്ത് പറയാനുള്ളത്. നൈസായിട്ട് തിയേറ്റർ വാച്ച് പടമാണ്. ഒരു ഓളം പടമാണ്. 2.25 മണിക്കൂറിന് മുകളിലുണ്ട് പടം. അപ്പോൾ എല്ലാവരും കൂലി കാണാം. കൂലി കണ്ടിട്ട് ലൊക്കേഷന്റെ ഈ ഒരു കൂലി ഡയറക്ഷനും അതേപോലെ അഭിനയവും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കാം. കണ്ടവർ കമന്റ് ഇട്ടേക്കാം. ഇല്ലാത്തൊരു ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.